നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഏറ്റുമാനൂരപ്പനെ തട്ടിക്കൊണ്ടുപോയൊരു സംഭവം. ഏറ്റുമാനൂരപ്പനെ മോഷ്ടിച്ചു കൊണ്ടുപോയി. വലിയ കോളിലൊക്കെ അക്കാലത്തുണ്ടായി. അതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ ഏറ്റുമാനൂരപ്പനെ അന്ന് കട്ടുകൊണ്ടുപോയത് കോൺഗ്രസിൻ്റെ ആ പ്രദേശത്തെ പ്രവർത്തകനായിട്ടുള്ള ഒരാളായിരുന്നു, സ്റ്റീഫൻ. സർ, ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ദേവസ്വം വകുപ്പ് മന്ത്രി ദേവസ്വത്തിൽ നടക്കുന്ന ഒരു കാര്യം അറിയുന്നില്ല എന്നുള്ളതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ഇപ്പോൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് ബഹുമാന്യനായ മൺമറഞ്ഞ ഇ.കെ. നായനാർ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് കേരളത്തിൽ ഒരു പ്രമാദമായ ഒരു വിഗ്രഹമോഷണം നടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഏറ്റുമാനൂർ അമ്പലത്തിൽ നിന്ന് ഏറ്റുമാനൂരപ്പനെ തന്നെ കടയോടുകൂടി അറുത്തെടുത്തുകൊണ്ട് പോയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇവിടെ അതിന് സമയം കിട്ടിയില്ല. അതെ, സ്റ്റീഫൻ എന്ന് പറഞ്ഞ ഒരാളെയാണ് അതിൽ പോലീസ് ഏതാണ്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അറസ്റ്റ് ചെയ്യുക. ഒരാഴ്ചക്കുള്ളിൽ തന്നെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. വളരെ വിദഗ്ധമായ രീതിയിലുള്ള ഒരു കണ്ടെത്തൽ തന്നെയായിരുന്നു അന്ന്. അത് യാതൊരു തർക്കമില്ല. അന്ന് എൻ്റെ ഒന്നും ഓർമ്മയിലില്ല, പിൽക്കാലത്ത് അത് വായിച്ച് മനസ്സിലാക്കിയതൊക്കെയാണ്. പക്ഷേ അതുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ നമ്മുടെ 2019 ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ, തീവട്ടിക്കൊള്ള നടക്കുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ 2019 ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചൊന്നും അറിയില്ല. ആ ദേവസ്വത്തിൻ്റെ ഒരു ഫയലുകളും ദേവസ്വം മന്ത്രി കാണാറില്ല. തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റേതല്ല, കേരളത്തിലെ ഏതൊക്കെ ദേവസ്വം ബോർഡുകളുണ്ടോ ആ ദേവസ്വം ബോർഡിന് കീഴിലുള്ള അമ്പലങ്ങളിൽ ഉത്സവം നടത്തിപ്പ് ചുമതല മാത്രമാണ് ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചെയ്തു കൊടുക്കാറുള്ളത്. മന്ത്രി അവിടെ പോകാറുണ്ട് സമയം കിട്ടുമ്പോൾ. എന്നല്ലാതെ 5 രൂപയുടെ അല്ലെങ്കിൽ ഒരു 500 രൂപയുടെ പോലും ദേവസ്വത്തിൽ നടക്കുന്ന മരാമത്ത് പണികളുടെയോ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് വികസന പ്രവർത്തനങ്ങളുടെയോ ഫയലുകൾ ദേവസ്വം വകുപ്പ് മന്ത്രി കാണാറില്ല. അതിൻ്റെ ആവശ്യമില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ ആണയിട്ട് ആവർത്തിച്ച് പറയുമ്പോൾ ഇ.കെ. നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഏറ്റുമാനൂരപ്പൻ്റെ ആ വിഗ്രഹം കടത്തിക്കൊണ്ടുപോയത് അദ്ദേഹത്തിന് നന്നായി അറിയാം. അത് കോൺഗ്രസ്സുകാരനുമാണെന്ന് അറിയാം. എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? ഇത് കഴിഞ്ഞൊരു ചർച്ചയിൽ പറഞ്ഞു, കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ ചെയ്യുന്ന പണി പണ്ട് പുലി കുറുക്കനെ പിടിക്കാൻ വന്നു. കുറുക്കൻ ഓടി ഒരു പാടത്തിൻ്റെ കരയെത്തി. തൊട്ടുപുറകെ പുലിയുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ വെള്ളം ചവിട്ടാൻ ചക്രം വെച്ചിരിക്കുകയാണ്. കുറുക്കൻ പുലിയോട് പറഞ്ഞു, ദാ ഈ സ്റ്റെപ്പ് കയറി മറുവശം ചെന്നാൽ ഇഷ്ടംപോലെ മാൻ അവിടെ നിൽപ്പുണ്ട്, എന്നേക്കാൾ നല്ല ഇറച്ചി ആണല്ലോ, അതിനെ പിടിക്കാമെന്ന് പറഞ്ഞു. പുലി ചക്രത്തെ കയറി കഴിഞ്ഞ് പിന്നെ പുലിക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. കടകംപള്ളി തന്നെ പിടിക്കാൻ വന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പം ഇപ്പോൾ തൽക്കാലം പത്മകുമാറിൻ്റെ പള്ളിക്ക് ഇതെല്ലാം വെച്ചിരിക്കുക. ചവിട്ടിക്കോട്ടെ, ഈ SIT കിടന്ന് ഇങ്ങനെ ചവിട്ടും. പത്മകുമാര, ജയറാമ ഇങ്ങനെയുള്ള പള്ളിയിൽ ചവിട്ടി അവസാനം SIT മടുത്ത് നിർത്തി പോകുമെന്നാണ് ആര് കരുതുന്നത്? അല്ലെ അതിന് വേണ്ട കാര്യങ്ങൾ പിണറായി വിജയൻ ചെയ്തു കൊടുക്കുമെന്നും ഇങ്ങനെ കരുതുന്നു. കടകംപള്ളിയെ രക്ഷിക്കാനായിട്ട് പിണറായി വിജയൻ തയ്യാറാകും എന്നുള്ള കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ കടകംപള്ളിയുടെ അഭിപ്രായ പ്രകടനങ്ങൾ. പിന്നെ രണ്ടാമത്, ഈ ഏറ്റുമാനൂർ അമ്പലത്തിലെ വിഗ്രഹം പോയത് പോലീസിൻ്റെ മാത്രം സാമർഥ്യം കൊണ്ടല്ല, പബ്ലിക് പ്രഷർ ഭയങ്കരമായിട്ടുണ്ടായി. അന്നത്തെ പ്രധാനപ്പെട്ട അതായത് വിഗ്രഹം കണ്ടെത്തുന്നത് പോലീസിൻ്റെ മാത്രം അന്നത്തെ പ്രധാനപ്പെട്ട ഹാസ്യ നടന്മാരിൽ ഒരാളായ SP പിള്ള, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ അമ്പലം. ഏറ്റുമാനൂരപ്പൻ്റെ വലിയൊരു ഭക്തനും കൂടിയാണ്. ഇപ്പോൾ കരുണാകരൻ ഗുരുവായൂരപ്പൻ്റെ പറയുന്ന പോലെയാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ പടിഞ്ഞാറാണ്, അതായത് മെയിൻ റോഡ് സൈഡിലുള്ള നടയിൽ ഇങ്ങനൊരു തോർത്തും വിരിച്ച് കിടക്കാണ്. ഈ വിഗ്രഹം കിട്ടുന്നത് വരെ ഞാൻ സത്യാഗ്രഹമാണ്, അല്ലെങ്കിൽ ഞാൻ പോകട്ടെ, ചാകാൻ റെഡിയായിട്ടാണ്. അതിൽ കോട്ടയം ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർ കിടുങ്ങിപ്പോയി. അവിടെ അങ്ങനെ കിടക്കുകയും വിഗ്രഹം കിട്ടാതിരിക്കുകയും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സമാധാനം പറയുന്ന സിറ്റുവേഷൻ വരും. അപ്പോൾ നയനാറൊക്കെ അങ്ങ് തിരുവനന്തപുരം തൊട്ട് ഇടപെടാൻ തുടങ്ങിയപ്പോൾ വളരെ പെട്ടെന്ന് സജീവമായി ഒരു ക്ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് പുഷ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റാണ്. ആ എഫക്റ്റ് ശബരിമല ഉണ്ടായിട്ടില്ല, ഹൈക്കോടതി ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള വേറൊരു ദയനീയമായ സ്ഥിതി അവിടെ ഉണ്ട് ശബരിമലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇത് അന്വേഷിച്ചു. അവിടെ ഒരു സ്കൂളിലെ എങ്ങാണ്ട് പൂരിപ്പിച്ചൊരു ആൻസർ പേപ്പർ കിട്ടി. ഈ കത്തി പൊതിഞ്ഞു കൊണ്ടുവരാൻ ഉപയോഗിച്ച ആൻസർ പേപ്പർ, കമ്പിപ്പാര പൊതിഞ്ഞു കൊണ്ടുവരാൻ ഉപയോഗിച്ച ആൻസർ പേപ്പർ കിട്ടി. അതിൽ നമ്പറുണ്ടായിരുന്നു, സ്കൂളുണ്ട്, പേരുണ്ടായിരുന്നു, കൊച്ചിൻ്റെ. അത് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിന്ന നാട്ടിലുള്ള നെയ്യാറ്റിൻകരയെ പറ്റുള്ള ആളാണ് ഇത്
ഇവിടെ കൊണ്ടുപോയിട്ടത് കത്തി പേപ്പർ കൊണ്ടുപോകും. അതായത് പഴയ പേപ്പറും നോട്ട് ബുക്കും ഒക്കെ വിൽക്കുന്ന കൂട്ടത്തിലൊരു കുട്ടി അവിടെ ചെന്നാണ് ഇത് തപ്പിപ്പിടി. അവിടെ നിന്നാണ് അന്വേഷണം സ്റ്റീഫനിലേക്ക് എത്തി. സ്റ്റീഫൻ ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ, ഇവിടെ പാർട്ടിയായിട്ട് പറയേണ്ട ആവശ്യമില്ല. കക്കുന്നവരെല്ലാം കോൺഗ്രസ്സുകാരാണ്. പിന്നെ ഏത് അന്വേഷണം വന്നാലും കോൺഗ്രസിലേക്ക് പോയാൽ പറ്റില്ല. അതിലിപ്പോൾ ഇപ്പോഴത്തെ ഒരു സന്ദർഭത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇ.കെ. നായനാർ കേരളം ഭരിച്ചിട്ട് എൻ്റെ ഓർമ്മയിൽ ഏതാണ്ട് ഒരു 25-30 വർഷത്തിനപ്പുറമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഓർമ്മ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. എന്തായാലും വർഷങ്ങൾക്കപ്പുറമാണ്. ഇവിടെ 2019 കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത്. അപ്പോൾ ഇ.കെ. നായനാരുടെ ഭരണകാലത്ത് ഏറ്റുമാനൂരപ്പന് ഒരാൾ കട്ടുകൊണ്ടുപോയി, അതൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് മനസ്സിലാക്കിയ ഒരു പൊതുപ്രവർത്തകനായ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ ദേവസ്വത്തിൽ നടക്കുന്ന ഒരു കാര്യം അറിഞ്ഞില്ലെങ്കിൽ ശരി, നമ്മളത് മാറ്റിവെക്കാം, വേണമെങ്കിൽ വെള്ളം തൊടാതെ വിഴുങ്ങാൻ തയ്യാറാണ്. പക്ഷേ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിലാണല്ലോ ഏറ്റുമാനൂരിലെ കാര്യം അദ്ദേഹം അറിഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും ആ സാമൂഹ്യ പ്രതിബദ്ധത കടകംപള്ളി സുരേന്ദ്രനിലും ഉണ്ടെങ്കിൽ ശബരിമലയിൽ എന്താ നടന്നേക്കണമെന്ന് അന്വേഷിച്ചറിയാൻ വേണ്ടി ഇത്രയും നാൾ അദ്ദേഹം മെനക്കെട്ടിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണല്ലോ ഇത് നടന്നിരിക്കുന്നത്. ഇനി സാറ് പറഞ്ഞതുപോലെ പുലി ചക്രം ചവിട്ടിയ കാര്യത്തിലേക്ക് ഞാനൊന്ന് വരിക. ഇനി കടകംപള്ളി സുരേന്ദ്രൻ എത്ര തന്നെ ചക്രം ചവിട്ടിയാലും ആ ചക്രത്തിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റില്ല. കാരണം ചക്രശ്വാസം വലിക്കും. പത്മകുമാർ ഒരു കാരണവശാലും പത്മകുമാറിൻ്റെ പെടലിക്ക് ഇത് വെച്ച് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. കൃത്യമായി പത്മകുമാർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തുപോയി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികൾ സ്പോൺസർഷിപ്പിന് അനുവാദം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അനുവാദം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന എ പത്മകുമാറിന് ദേവസ്വം വകുപ്പിൽ നിന്ന്, ദേവസ്വം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, സർക്കാരിൽ നിന്നാണ് ഒരു കത്ത് വന്നിരിക്കുന്നത്, ഒരു ഒഫീഷ്യൽ ഡയറക്റ്റീവ്. അതെ. അപ്പോൾ ഈ കത്ത് പ്രകാരം ഒരു നടപടി ദേവസ്വം പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ കൈക്കൊണ്ടത് മാത്രമാണ് എൻ്റെ ഭാഗത്ത് നിന്നിട്ടുള്ള ഒരു വീഴ്ച എന്ന് പത്മകുമാർ പറയുമ്പോൾ തീർച്ചയായും പത്മകുമാർ ഉന്നം വച്ചേക്കണ ആരെയാണ്? ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനാണ്. സർക്കാരിൽ നിന്നൊരു കത്ത് വന്നു പറയുമ്പോൾ സർക്കാരിൻ്റെ ക്യാപ്റ്റൻ ആരാണ്? താങ്കൾ ഉറപ്പ് പറയാൻ പറ്റുമോ കടകംപള്ളി വേറെ ആളുടെ പേര് പറയുക എന്ന് ഉറപ്പുണ്ടോ? അല്ല, അതാണ് പറയുന്നത്. ഡയറക്ഷൻ കിട്ടിയ ഒരു വെടിക്ക് രണ്ട് പക്ഷിയെ, ചക്രം ചവിട്ടുന്ന കഥയും പറഞ്ഞു. ഒരു വെടിക്ക് രണ്ട് പക്ഷിയെ പത്മകുമാർ വീഴ്ത്തിയിരിക്കണു. അതായത് സർക്കാരിൽ നിന്നും ഒരു ഉത്തരവ് എനിക്ക് കിട്ടി, ഒരു കത്ത് കിട്ടി എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ ഉത്തരവ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു കത്ത് വരണമെങ്കിൽ എവിടെ നിന്ന് വരണം? ദേവസ്വം വകുപ്പിൽ നിന്നൊരു കത്ത് വരണമെന്നുണ്ടെങ്കിൽ അത് ആരറിയണം? അപ്പോൾ എന്തായാലും കടകംപള്ളി സുരേന്ദ്രനോ നാട് ഭരിക്കുന്ന ക്യാപ്റ്റനായ മുഖ്യമന്ത്രിയോ അറിയാതെ ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടില്ല എന്ന് ഭംഗ്യന്തരേണ പറഞ്ഞു വയ്ക്കുകയാണ് പത്മകുമാർ ചെയ്തേക്കണേ. അതുകൊണ്ട് ഈ അക്കരെക്കാട്ടിൽ മാനുണ്ട് എന്ന് കണക്കാക്കി കടകംപള്ളി സുരേന്ദ്രൻ എത്ര തന്നെ ചക്രം ചവിട്ടിയാലും ഇതിൽ നിന്ന് ഊർന്നിറങ്ങി ഇത് പത്മകുമാറിൻ്റെ ഒരു പെടലിക്ക് മാത്രം വെച്ചുകൊണ്ട് പോകാൻ സാധിക്കുമെന്ന് ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT ഇത്തരം അന്വേഷണം നടത്തുമ്പോൾ SITയുടെ മുമ്പിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് വേറെ പുതിയ ആരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് പുതിയ ആരോപണങ്ങൾ സുരേന്ദ്രനും സതീശനൊക്കെ പറയുന്നത് ഹൈക്കോടതിയിൽ നിന്ന് SIT വിവരങ്ങൾ മറച്ചു വയ്ക്കുന്നു. അത് ഹൈക്കോടതിനെ തപ്പി കണ്ടുപിടിക്കേണ്ടി വരും. കാരണം മുഴുവൻ വിവരങ്ങൾ കൊടുക്കാതിരുന്നാൽ മാത്രം മതി, ഭാഗികമായിട്ട് കൊടുത്താൽ മതി. ഇവരുടെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന ഡിലേയിങ് ടാക്ടിക്സാണ് ഇവർ അപ്ലൈ ചെയ്യുന്നത്. ഈ പഞ്ചായത്ത് ഇലക്ഷൻ വരെ, ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിയുന്നത് വരെ ഇത് അന്വേഷണങ്ങളുടെ ഇങ്ങനെ പരമ്പര പോകും, ഓരോ ചക്രം കടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സാറ് പറഞ്ഞു വരുന്നത് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണോ? തീർച്ചയായിട്ടും. അതിന് അട്ടിമറിക്കപ്പെടേണ്ട ആവശ്യമില്ല, നീട്ടിക്കൊണ്ടു പോകാം. ലാവലിൻ കേസ് നീട്ടിക്കൊണ്ടുപോയാൽ ഇതിപ്പോൾ ജയറാമല്ല, വൈകി വരുന്ന നീതിയും ഡിലേഡ് ജസ്റ്റിസ്, ഡിനൈഡ് ജസ്റ്റിസ്, അതാണ് അതിൻ്റെ നിയമം. അപ്പോൾ ഇപ്പോൾ മറിച്ചുണ്ട് ഹറീഡ് ജസ്റ്റിസ്, ബെറീഡ് ജസ്റ്റിസ് എന്ന് മറിച്ച് പറയും. രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും പാരലൽസ് ഉണ്ട്. അപ്പോൾ അത് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കി, ഓരോരുത്തരുടെ ഒരാളുടെ പേരാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2 ആഴ്ച അല്ലെ ഒരാഴ്ച. അത് കഴിഞ്ഞ് അടുത്തവൻ്റെ പേര് വരികയാണ്. അതുകൊണ്ട് നമ്മൾ 2 ആഴ്ചയെങ്കിലും മിനിമം പോകണ്ടേ. ഇപ്പോൾ ജയറാമൻ ഇടയ്ക്ക് കൊണ്ടിട്ടിരിക്കുകയാണ്. എല്ലാവരും ജയറാമൻ ഇതിൻ്റെ അകത്തൊരു പിക്ചറിലേക്ക് വന്നു കഴിയുമ്പം മുഴുവൻ ഫോക്കസ്, ലൈം ലൈറ്റ് മുഴുവൻ അതിലേക്ക് തിരിയും. അല്ല, ജയറാം അക്കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ശബരിമലയിലെ സ്വർണ്ണപ്പാളികളാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുവരുന്ന വഴി, ആ പണി തീർത്ത് കൊണ്ടുവരുന്ന വഴി വീട്ടിൽ വച്ചിട്ടുണ്ടായിരുന്നു, ഐശ്വര്യം പൂജ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അദ്ദേഹം സമ്മതിച്ചു. ഒരു അയ്യപ്പ ഭക്തൻ എന്ന രീതിയിൽ ഞാനത് ചെയ്തു. അതിൻ്റെ നിയമപരമായ വശങ്ങൾ എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഇതുവരെയും ജയറാമൻ ഈ സ്വർണ്ണക്കൊള്ളയുമായി മറ്റേതെങ്കിലും തരത്തിൽ ക്രയവിക്രയ ഇടപാടിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ നിങ്ങൾ പറയുന്ന നിയമത്തിൻ്റെ ഒരു ജസ്റ്റ് ഒരു വാക്ക് പറഞ്ഞിട്ട് ഇഗ്നറൻസ് ഈസ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. ജയറാമൻ അറിയത്തില്ലായിരുന്നു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റില്ല. ഇല്ല, ഓക്കെ. അപ്പോൾ നിയമപരമായി പരിശോധിക്കപ്പെടുമ്പോൾ ജയറാമും ഇതിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട ആളാണെങ്കിൽ ചോദ്യം ചെയ്യപ്പെടണം.
അറസ്റ്റ് വേണ്ടി വരാണെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണെങ്കിൽ ചോദ്യം ചെയ്തിട്ട് അത് വേണ്ടി വരാണെങ്കിൽ ചെയ്യട്ടെ. അപ്പോഴും ഈ സ്വർണം ക്രയവിക്രയം ചെയ്ത് ആരാണ് ഇതിൻ്റെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയത്? ആ പോയിന്റിലേക്ക് ഇത് എത്തിയിട്ടില്ല. എന്തായാലും ആ ലിസ്റ്റിലേക്ക് ജയറാം കടന്നു വരുന്നില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ജയറാമിന് നിയമപരമായ ഒരു അജ്ഞത കൊണ്ട് പറ്റിയ ഒരു സംഭവമാണ്. അയ്യപ്പനോടുള്ള ഭക്തി കൊണ്ട് ഇത്തരം ഒരു കാര്യം പറ്റി എന്നുള്ളത് വേണമെങ്കിൽ മനസ്സിലാക്കാം. അത് നിയമപരമായി പരിശോധിക്കപ്പെട്ടിട്ട് ശിക്ഷ അർഹിക്കുന്നതാണെങ്കിൽ കൊടുക്കട്ടെ. പക്ഷേ ഇവിടെ അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാളികളും ഉമ്മറക്കട്ടളപ്പടി വാതിലും എല്ലാം കടകംപള്ളി സുരേന്ദ്രൻ്റെ കാലത്ത് ഇളക്കിക്കൊണ്ടുപോയത് കടകംപള്ളി സുരേന്ദ്രന് ഓർമ്മയില്ല, ദേവസ്വത്തിൽ അറിയില്ല, ദേവസ്വം വകുപ്പ് മന്ത്രി ഇതിൽ ഇടപെടാറില്ല, ഉത്സവം നടത്തി കൊടുക്കുക, ആനെ എഴുന്നള്ളിപ്പിന് നെറ്റിപ്പട്ടം കെട്ടിക്കൊടുക്കുക എന്നൊക്കെ തരത്തിലുള്ള ഉത്തരവാദിത്തം മാത്രമാണ് ദേവസ്വം വകുപ്പിലുള്ളത് എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാ അങ്ങനെ ഒരു ദേവസ്വം വകുപ്പ് മന്ത്രി, എന്തിനാ ഒരു ദേവസ്വം വകുപ്പ്? ഇങ്ങനെയുള്ളൊരു ചോദ്യമാണ് സാധാരണക്കാരൻ ഇപ്പോൾ ഉയർത്തുന്നത്. അപ്പോൾ അതിൽ നിന്ന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറാനായിട്ട് ദേവസ്വം വകുപ്പിനോ അല്ലെങ്കിൽ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കോ സാധിക്കില്ല. കടകംപള്ളിയെ കൂട്ടറാണ് ആന എഴുന്നള്ളിപ്പിന് നെറ്റിപ്പട്ടം കിടക്കാൻ പോകുന്നെങ്കിൽ കടകംപള്ളിയുടെ കണ്ണ് നെറ്റിപ്പട്ടത്തിലായിരിക്കുക, ആനയുടെ കൊമ്പയിലായിരിക്കും. അതെങ്ങനെ മുറിച്ച് മാറ്റി കൊണ്ടുപോകാൻ പറ്റും? അല്ല, ഇപ്പോൾ സാറ് പറയുന്നത് മറ്റൊരു രീതിയിൽ മാറ്റി പറയുകയാണെങ്കിലും ശബരിമലയിലേക്ക് ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ കടകംപള്ളി സുരേന്ദ്രനും വാസവനും കെ രാധാകൃഷ്ണനും ഒക്കെ ചെന്ന് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരാൾ തീർത്ഥം ചുണ്ടോടടുപ്പിച്ചിട്ട് കുടഞ്ഞു കളയുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പേര് ഞാൻ പരാമർശിക്കുന്നില്ല. ഒരാൾ വയറ് താങ്ങി പിടിച്ച് രാഷ്ട്രപതിയോടൊപ്പം ഒരു ദേവസ്വം വകുപ്പ് മന്ത്രി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ദേവസ്വം വകുപ്പ് മന്ത്രി തൊഴുതു നിൽക്കണം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഇവരൊക്കെ ശബരിമലയിൽ ചെല്ലുമ്പോൾ സാറ് പറഞ്ഞ പോലെ നെറ്റിപ്പട്ടത്തിലാണ് കണ്ണ്, ആനക്കൊമ്പിലാണ് കണ്ണ് എന്ന് പറയും പോലെ ശബരിമല ശ്രീകോവിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണപ്പാളിയാണോ ഉദ്ദേശിച്ചിരുന്നത്, വെച്ചിരിക്കണോ അതോ സ്ക്രൂ ആണോ? അതെ, ഉമ്മറക്കട്ടളപ്പടി സ്വർണ്ണമാണോ, ഇനിയിപ്പോൾ ഭഗവാൻ അയ്യപ്പൻ്റെ വിഗ്രഹം തന്നെ അത് പഞ്ചലോഹ നിർമ്മിതമല്ലേ എന്നൊക്കെയുള്ള ചിന്തയാണ് അവർക്ക് ഉണ്ടായെന്ന് നമുക്കറിയില്ല. അത്തരം ആരോപണത്തിന് നമ്മൾ തയ്യാറല്ല. പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരാൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. നാളിതുവരെ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ അത് തന്നെയാണ്. എന്തായാലും ഇതിൽ കടകംപള്ളി സുരേന്ദ്രൻ സ്റ്റീഫൻ എന്ന കോൺഗ്രസ്സുകാരനാണ് ഏറ്റുമാനൂരപ്പനെ അടിച്ചുകൊണ്ടുപോയത് എന്ന് പറയുമ്പോൾ 10-25 വർഷം മുമ്പ് AK നായനാരുടെ ഭരണസമിതി നിലവിലിരിക്കുന്ന സമയത്താണ് നടന്നതെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഈ ഇന്നലെ കഴിഞ്ഞ കാര്യം കടകംപള്ളി സുരേന്ദ്രന് ഓർമ്മയില്ല? അത് ടോട്ടൽ അമ്നേഷ്യയെ ബാധിച്ചോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടെത്തേണ്ടത് തന്നെയാണ്. അല്ല, ഇവിടെ ഒരു കോമൺ സെൻസിൻ്റെ പ്രശ്നമുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറയുമ്പോൾ ഇത് കോൺഗ്രസ്സുകാരനായാലും കമ്മ്യൂണിസ്റ്റുകാരനായാലും വിഗ്രഹം അടിച്ചുകൊണ്ട് പോയി എന്നുള്ള സത്യമല്ലേ? അല്ല, ഇവിടെ അതല്ല നടന്നിരിക്കുന്നത്. ഇവിടെ ആരെങ്കിലും ആയിക്കോട്ടെ, വാസുവനോ ആര് വേണേൽ അടിച്ചെടുത്തോണ്ട് പോകട്ടെ, പക്ഷേ വിഗ്രഹം അവിടെ നിന്ന് അല്ലെ സ്വർണ്ണശിലാഫലകങ്ങൾ പോയി എന്നുള്ളത് ഒരു സത്യമല്ലേ? ആ സത്യത്തെ ആര് അഡ്രസ് ചെയ്യും? അല്ല, ആ റിയാലിറ്റിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ റിയാലിറ്റിയുടെ ഗൗരവ സ്വഭാവമാണ് മനസ്സിലാക്കുന്നത്. അവിടെ രാഷ്ട്രീയ ആരും ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയക്കാരനും ആയിക്കോട്ടെ, നമ്മുടെ വിഷയമല്ല. കടകംപള്ളിയും പത്മകുമാറും വാസവനും കടകംപള്ളി അത് ഉത്തരവാദി ആൻസറബിൾ പേഴ്സണാണ്. ഉത്തരം പറയാൻ അയാൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളായിരുന്നു. അതെ, അപ്പോൾ തീർച്ചയായും അതിൽ നിന്ന് ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാനോ മലക്കം പറയാനോ കടകംപള്ളിക്ക് സാധിക്കില്ല. എന്തായാലും SIT കടകംപള്ളിയിലേക്ക് ചെല്ലുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാറ് ചർച്ചയുടെ മധ്യത്തിൽ പറഞ്ഞതുപോലെ ഏതെങ്കിലും കാരണവശാൽ നീട്ടിക്കൊണ്ടുപോവുകയോ അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കാത്തിരിക്കുക.